ബാക്ക് ടു CSN മാത്സ്. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം LBS MCAയുടെ നമ്മുടെ അഡ്മിഷനും പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുന്ന ഓരോരുത്തരും വളരെ ഹാപ്പി ആണെന്നറിയാം. നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ട് അതിൽ കിട്ടിയിട്ടുണ്ടാവും. ഓർ ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. സ്പോട്ടൊക്കെ നല്ല സ്ഥലത്ത് കിട്ടാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും എന്താണ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ അതും കുറച്ച് സ്ലോ പ്രോസസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ മുന്നേ നമ്മൾ പറഞ്ഞ ഒരു സെക്കൻഡ് ഓർ തേർഡ് വീക്ക് ആയിട്ടൊക്കെ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ജോയിൻ ചെയ്യുന്നതൊക്കെ അതിന് മുന്നേ ആയിരിക്കും. ക്ലാസ്സുകൾ അതിന് മുന്നേ തന്നെ തുടങ്ങാം. 1-2 ഒരാഴ്ചയൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, എനിവേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ചും കൂടി അതിലായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈവ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലൈവ് കണ്ടു. അത് ഏകദേശം ഒരു 500-600 ആൾക്കാർ, അതിന് മുകളിൽ ആൾക്കാർ കണ്ടു. വളരെ സന്തോഷം. നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം. അപ്പം ഇനി നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. ഇപ്പോൾ ജനറലായിട്ട് ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിലേക്ക് വരാം. അതിന് മുന്നേ ഇവിടെ സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. റെഡി? അപ്പം എന്താ, സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം പറയുന്ന ഒരു പോയിന്റ് ആണ് കോളേജ് ജോയിനിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കോളേജ് ജോയിനിങ് ഓൺ ഓർ ബിഫോർ. അപ്പൊ രണ്ട് കാര്യമുണ്ട്. ചിലർ ചോദിച്ചു 11-ന് പറ്റുമോ എന്നുള്ളത്. 11/8/26 അല്ലെ, 11/8/26 അതിന് മുന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ മുന്നെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ ജോയിൻ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോള് ചെയ്യാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റുകൾ ഏത് ദിവസമാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ കോളേജിൽ തന്നെ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ. അലോട്ട്മെന്റും നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. ബട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് ആ കോളേജിലേക്ക് ഒന്ന് വിളിക്കുക, അഡ്മിഷനിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഇതിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കൺഫേം ആക്കുക. 11-ന്റെ തീയതിൻ്റെ ഡേറ്റും കാര്യങ്ങളും. ഇനി അന്ന് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് പറഞ്ഞത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ആ കോളേജിലേക്ക് വിളിക്കുക. ഓക്കെ, ഒരു സജഷൻ ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു കാര്യം, ഇറ്റ്സ് അബൌട്ട് ദി സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ്. നിലവിലുള്ള സാഹചര്യത്തിൽ കിട്ടിയിട്ടും അടുത്ത ആളുകൾക്ക് എന്താണ് വീണ്ടും ഒരു ഹയർ പ്രിഫറൻസിലേക്ക് പോകാനോ അല്ലെങ്കിൽ നല്ലൊരു കോളേജ് കിട്ടിയിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കാര്യം കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എന്താണ് സ്പെഷ്യൽ അലോട്ട്മെന്റ്, എങ്ങനെയാണ്, എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 11/8/26 വരെ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് കൊടുക്കാം. അവിടെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഇതുവരെ കൊടുത്ത ഒരു അപ്ലിക്കേഷൻ അല്ല, പുതുതായിട്ട് നിങ്ങൾക്ക് കോളേജ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരാം, അതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ് ക്യാൻ സബ്മിറ്റ് കോളേജ് പ്രിഫറൻസ് ഫോർ സ്പെഷ്യൽ അലോട്ട്മെന്റ് ടിൽ ഈ പറഞ്ഞ 11/8/26. ദോസ് അഡ്മിറ്റഡ് ടു സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിക്കണേ, സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, റിക്വയർ NOC അവിടെ ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോസ്പെക്റ്റിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടു ബി കൺസിഡർ ഫോർ സ്പെഷ്യൽ അലോട്ട്മെന്റ്. അപ്പം നിങ്ങളിപ്പോൾ നിലവിലുള്ള കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കോളേജ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കിട്ടിയാൽ മാറാൻ പറ്റുമെങ്കിൽ, അതായത് മാറണമെങ്കിൽ ഈ ഒരു NOC അവർ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, വിളിച്ച് കൺഫേം ചെയ്യണം. അതിനുശേഷം മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് NOC കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താവും, NOC എന്താണെന്നൊക്കെ അപ്പുറത്ത് പറയുന്നുണ്ട് കേട്ടോ. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താവും, അവിടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിലവിലുള്ള കോളേജിൽ നിന്ന് നിങ്ങൾ ഈ ഒരു കോളേജിലേക്ക് പുതിയൊരു കോളേജ് കിട്ടി മാറുകയാണെങ്കിൽ. അതാണ് ഫസ്റ്റ് പേജിൽ നിങ്ങൾ കാണേണ്ടത്. ലേറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റിന്റെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ റൗണ്ട് 2 എന്ന് പറഞ്ഞിട്ട് ഓരോ കോളേജിലും നിങ്ങൾക്ക് എത്ര പേര് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ അടുത്ത ഇതിലേക്ക് പോവാം. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സ്കോർ കാർഡ്. കോളേജ് ഓപ്ഷൻ്റെ അവിടെ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, കോളേജ് ഓപ്ഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെന്റ്. അവിടെ സ്പെഷ്യൽ അലോട്ട്മെന്റ് നമ്മുടെ മുന്നത്തെ പരിപാടി തന്നെ പ്ലസ് ചെയ്യുക ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളേജുകൾ ആഡ് ചെയ്യാം. ഓക്കെ, അതിന് ഏറ്റവും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. കാൻഡിഡേറ്റ് ഹു ടേക്കൺ അഡ്മിഷൻ ഇൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് മസ്റ്റ് ഒബ്റ്റെയിൻ ആൻ അൺകണ്ടീഷണൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വിച്ച് മീൻസ് ദി NOC. എന്താണ് NOC? അൺകണ്ടീഷണൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. എന്താണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്? നിങ്ങൾ NOC എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ട്.
ടു പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമാണ് ആസ് പെർ ദി പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. സംശയമുള്ളവർ പ്രോസ്പെക്ട് ഒന്നും കൂടി വായിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കണം. ഞാനിതിൽ കാണിച്ചു തരും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കണം. ഓക്കെ. പിന്നെന്താ, ദ ഓപ്ഷൻ സബ്മിറ്റഡ് വിൽ നോട്ട് ബി കൺസിഡർ വാലിഡ് വിത്തൗട്ട് NOC. NOC ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്താണ് സെലക്ട് കോളേജ് സെലക്ട് ചെയ്യാൻ പ്ലസ് ആഡ് ചെയ്യുക. ഓരോ തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്താലും ഈ ഒരു ഡേറ്റിനുള്ളിൽ മുന്നത്തെ പോലെ നമുക്ക് എന്താണ് ഓപ്പൺ, അതായത് വീണ്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ആഫ്റ്റർ കംപ്ലീഷൻ യു ക്യാൻ ഡൗൺലോഡ് ദ ലിസ്റ്റ് ഓഫ് കോളേജ് ലിസ്റ്റ് കോഴ്സ് ഓപ്ഷൻ ഓഫ് യുവർ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഏതൊക്കെ കോളേജ് ഉണ്ട്. 1, 2, 10 കോളേജ്, അതിനുശേഷം 55, 62 ഏതൊക്കെ കോളേജ് ഇതിലുണ്ട്. എല്ലാ കോളേജും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഇതിലുണ്ട്. ഇതിൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അലോട്ട്മെന്റിൽ ഒന്ന് പോയിട്ട് ഈ പറഞ്ഞ കോളേജിലൊക്കെ ലാസ്റ്റ് എൻ്റർ ചെയ്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ കയറിയിട്ടുള്ള ആളുകളുടെ റാങ്ക് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിടത്ത് കൊടുക്കുക. അല്ലാണ്ട് മരിച്ചു വാരി ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ടോപ്പ് കോളേജിൽ ഇനിയും കൊണ്ടുപോയി സ്പെഷ്യൽ അലോട്ട്മെന്റ് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിക്കൊള്ളണം എന്നില്ല. വെറുതെ ഇനിയുള്ള ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. അവിടെ സീറ്റുകൾ വ്യക്തമായി നിങ്ങളുടെ കാറ്റഗറിക്ക്, നിങ്ങളുടെ കോട്ടയ്ക്കൊക്കെ കറക്റ്റ് സീറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? 62 കോളേജും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും പുറത്തേക്ക് വന്ന് നിങ്ങളുടെ അലോട്ട്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഞാനിവിടെ സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അണ്ടറിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കൃത്യമായി കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ റാങ്ക് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുക. അവിടെ എന്ത് വേണം, NOCയുടെ ആവശ്യമുണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വേണം, ആവശ്യമുണ്ട്. വീണ്ടും പ്രോസ്പെക്റ്റിലേക്ക് ഒന്ന് കടക്കാം. ജസ്റ്റ് അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണ് വ്യക്തമായി പറയുന്നത് നോക്കുക. ആ പേജ് നമ്പർ നിങ്ങൾ നോക്കിയിട്ട് അവിടെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കുക. 2-3 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഡേറ്റ് ശ്രദ്ധിക്കുക. ഒക്കെ 11 നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്. ഓൺ ഓർ ബിഫോർ 11th ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ഫോർ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 11 പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ, ഈ പറഞ്ഞ കോളേജിലേക്ക് എൻക്വയറി ചെയ്യുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അഡ്മിഷൻ്റെ ഭാഗത്ത് വരാം കേട്ടോ. ഈ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിൽ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ നോക്കണം. അഡ്മിറ്റ് കാർഡ് ഓഫ് ദി എൻട്രൻസ്, അലോട്ട്മെന്റ് മെമ്മോ ആൻഡ് ഫീ റെസിപ്റ്റ് രണ്ടും വന്നിട്ടില്ല നോക്കുക. അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഈ മെമ്മോയൊക്കെ കൃത്യമായിട്ട് അതിനെ ഞാൻ പറഞ്ഞത് കോളേജിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. അതിനപ്പുറത്ത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. SSLC ഒരു ഇക്വാലന്റ് റെക്കോർഡ് ടു പ്രൂവ് എന്താണ് ബർത്ത് ഡേറ്റ്, അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫൈങ് എക്സാമിനേഷൻ. കുറേ പേർക്ക് അതില്ല എന്ന് പറഞ്ഞു. പ്രൊഫഷണൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു കോപ്പിയോ നിങ്ങളുടെ കോളേജിൽ കിട്ടും. പുറത്തൊക്കെ പഠിച്ചവർക്ക് പലർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അത് കൃത്യമായി സംഘടിപ്പിച്ച് കോളേജിലേക്ക് വിളിച്ചത് കിട്ടും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് കോപ്പീസ് വിച്ച് ആർ എന്താണ് എൻക്ലോസ്ഡ് വിത്ത് പ്രിന്റ് ഔട്ട് ഓഫ് അപ്ലിക്കേഷൻ ഫോം ആൻഡ് ഒറിജിനൽ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ദ കോപ്പി ഓഫ് വിച്ച് ആർ എൻക്ലോസ്ഡ് വിത്ത് ദി പ്രിന്റ് ഔട്ട് ഓഫ് അപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. സർട്ടിഫിക്കറ്റ്, TC വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം, ഇൻസ്റ്റിറ്റ്യൂഷന്, അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട ഫെയിലിയർ ടു റിപ്പോർട്ട് അഡ്മിഷൻ ആണെങ്കിൽ എന്താണ്, കാൻഡിഡേറ്റ് who do not pay the tuition fee or do not take admission on the prescribed date will lose their allotment. പിന്നെ നിങ്ങൾ ഏത് ഡേറ്റിന് പോയിട്ടും നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു സൗണ്ട് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അഡ്മിഷൻ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ്. നമുക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. റീഫണ്ടൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാ. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, വെയിറ്റ് എവിടെയാണ് നമ്മുടെ ആ ഒരു സാധനം പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, പോസ്റ്റ് അലോട്ട്മെന്റ് ആക്ടിവിറ്റീസ്, അത് അഡ്മിഷൻ്റെ ആണ്. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. പ്രൊവിഷണൽ അലോട്ട്മെന്റ് മെമ്മോ. ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ്, കാൻഡിഡേറ്റ് ക്യാൻ ടേക്ക് എ പ്രിന്റ് ഔട്ട് ഓഫ് അലോട്ട്മെന്റ് മെമ്മോ ബൈ ലോഗിൻ ഇൻ വിച്ച് വിൽ ബി അവൈലബിൾ ദെൻ. ഓക്കെ, അത് കൃത്യമായി പറയുന്നുണ്ട്. അലോട്ട്മെന്റ് മെമ്മോ വിൽ കണ്ടെയ്ൻ ഓൾ ഡീറ്റെയിൽസ് ഓഫ് ദ കാൻഡിഡേറ്റ്
അലോങ് വിത്ത് ഏത് കോളേജാണ് ടു വിച്ച് ദ കാൻഡിഡേറ്റ് സ്റ്റാൻഡ്സ് അലോട്ടഡ് ഫൈനലി, ഏത് കോളേജാണ് നിങ്ങൾക്ക് അവസാനമായിട്ട് കിട്ടിയത്, വിച്ച് മീൻസ് ഇൻ ദ സെക്കൻഡ് അലോട്ട്മെന്റ്. ഓക്കെ, ദ കാൻഡിഡേറ്റ് ക്യാൻ ടേക്ക് പ്രിന്റ് ഔട്ട് ഓഫ് ദിസ് മെമോ ടു ബി പ്രൊസീഡ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ. അലോട്ട്മെന്റ് മെമോ റെസിപ്റ്റ് മസ്റ്റ് ബി പ്രൊസീഡ് എന്ന് പറയുന്നുണ്ട്, അഡ്മിഷന് വേണ്ടി പ്രൊസീഡ് ചെയ്യുന്നുണ്ട്, പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ്, സ്പെഷ്യൽ അലോട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ വേറെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാര്യങ്ങൾ നേരിട്ട് ചോദിക്കണമെങ്കിൽ നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ. ഫസ്റ്റ് നിങ്ങൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടിയ കോളേജിലേക്ക് വിളിച്ച് അന്വേഷിക്കണം. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളവർ എന്ത് ചെയ്യുക, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാം. ഇനി പേയ്മെൻറ്റ് അടയ്ക്കാത്തവർക്കും ഈ പറഞ്ഞ പോലെ സ്പോട്ടിലൊക്കെ പങ്കെടുക്കാം എന്നുള്ള കാര്യം കേട്ടിരുന്നു. പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കാം. അപ്പം അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിലും നമുക്കൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, ഇതിലൊന്നുമില്ല. നിങ്ങളൊന്ന് പ്രോസ്പെക്റ്റ് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഇതോ അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ LBS MCA കുറിച്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, മേ ബി ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നാൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റ് നിമിഷം ഈ ഒരു ലാസ്റ്റത്തെ വോയിസ് നിങ്ങൾ കേൾക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുവരെയുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ, ഇനി എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറയാം, എന്നെ വിളിച്ച് പറയാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. തുടർന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ കാര്യം പറയാം. അപ്പോൾ ഈ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടാണ് താങ്ക് യു ഫോർ ഓൾ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, തുടർന്നുള്ള അടുത്ത കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും പറയാം. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തായാലും പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, വലിച്ചു നീട്ടുന്നില്ല. ബൈ ബൈ ബൈ, ശരി.